ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്ക് ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ്. ഒരു സ്പെഷ്യൽ ബർത്ത്ഡേ ആണെന്ന് തന്നെ പറയാം. ഒറ്റക്ക സംഖ്യയിൽ നിന്ന് രണ്ടക്ക സംഖ്യയിലേക്ക് മാറുമ്പോൾ ഉള്ള ആ ഒരു സ്പെഷ്യൽ സന്തോഷമല്ലേ, അതാണ്. അവന് 10 വയസ്സ് തികയാണ് കേട്ടോ. ചെറുപ്പത്തിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കൂലേ, സ്കൂളിലുള്ള ദിവസമാവണം നമ്മുടെ ബർത്ത്ഡേ, എന്നാൽ മിഠായി കൊണ്ടുപോവാം, കളർ ഡ്രസ്സ് ഇടാം, എല്ലാവരും മുന്നിലൊരു സ്പെഷ്യൽ വൺ ആവാമല്ലോ. പക്ഷേ ഇവനൊന്ന് ചമ്മിപ്പോയിട്ടുണ്ട്. ദീപാവലിൻ്റെ സെലിബ്രേഷൻ്റെ ഡേറ്റിൻ്റെ അന്നായിരുന്നു ഇവൻ്റെ ബർത്ത്ഡേ. സോ എല്ലാവർക്കും കളർ ഡ്രസ്സായിരുന്നു. അതുകൊണ്ട് ആ ഒരു സ്പെഷ്യൽ അവന് കിട്ടിയില്ല കേട്ടോ. പിന്നെ ഇവരെ സ്കൂളിൽ ബർത്ത്ഡേൻ്റെ മിഠായി ഒന്നും കൊണ്ടുപോകാൻ അലൗഡല്ല. സോ അതും ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും വിഷ് ചെയ്യും. അവന് ക്ലാസ്സിൽ നിന്ന് ചെറുതായിട്ട് ഗിഫ്റ്റ് പോലെ അങ്ങനെ കാർഡ്സൊക്കെ കൊടുക്കും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ അവൻ്റെ ഇപ്രാവശ്യത്തെ സ്കൂളിൽ നിന്നുള്ള ബർത്ത്ഡേ. അപ്പോൾ എന്തായാലും രണ്ടുപേരും ഒരേപോലത്തെ ഡ്രസ്സ് ഇട്ട് പോയിട്ടുണ്ട്. അവർക്ക് അങ്ങനെയാണ് ശീലം കേട്ടോ. ഞാൻ എപ്പോഴും അങ്ങനെയാണ് അവർക്ക് ഡ്രസ്സ് ഇട്ട് കൊടുക്കാറുള്ളത്. അപ്പോൾ ബർത്ത്ഡേൻ്റെ ഡ്രസ്സ്, സ്പെഷ്യൽ ഡ്രസ്സ് ഇട്ട് തരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ വേണ്ട, രണ്ടാൾക്കും ഒരേപോലത്തെ ഡ്രസ്സ് മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയതാണ്. ഏതായാലും അങ്ങനെ ഒരു ചെറിയ സങ്കടത്തിലാണ് അവൻ പോയതെങ്കിലും ഈവനിങ് വന്നപ്പോൾ അവൻ പറഞ്ഞു അസംബ്ലിയിൽ എല്ലാ ടീച്ചേഴ്സും ഫ്രണ്ട്സും ഒക്കെ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു. അങ്ങനെയൊക്കെയുള്ള ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ അവൻ വന്ന് പറഞ്ഞത്. അപ്പോൾ അവർ സ്കൂളിൽ വിട്ടതിന് ശേഷം ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് വേഗം ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഈവനിങ് അവൻ്റെ ഫ്രണ്ട്സിനെയും പിന്നെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുള്ള ഒരു ചെറിയ പാർട്ടി ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ തന്നെയാണ് എല്ലാ പ്രാവശ്യവും മക്കൾ ബർത്ത്ഡേൻ്റെ ഒക്കെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം കാര്യമായിട്ടൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് പനി മാറിയിട്ട് കുറച്ചായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് നല്ല ക്ഷീണവും എല്ലാം ഉണ്ടായിരുന്നു. സോ അവൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവന് ഞാൻ വാങ്ങിയ ഗിഫ്റ്റും അവന് കൊടുക്കാൻ വേണ്ടി എൻ്റെ വീട്ടിൽ നിന്നൊക്കെ ഏൽപ്പിച്ച കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഗിഫ്റ്റ് പേപ്പർ വെച്ച് പൊതിഞ്ഞ് ഒന്ന് സെറ്റപ്പാക്കി. പിന്നെ ഞാൻ വിചാരിച്ചു ഒരു വൈറ്റ് ക്ലോത്ത് ഉണ്ട്, അതൊന്ന് ഒരു നെറ്റ് പോലത്തെ അതൊന്ന് പുറത്ത് വെച്ചിട്ട് അതൊരു ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ ആ നെറ്റ് ഭയങ്കര നേരിയതായതുകൊണ്ട് തന്നെ വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ അതൊക്കെ വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയ ആ ഒരു സാധനമൊക്കെ ഒന്ന് നൂല് കോർത്ത് സെറ്റപ്പ് ആക്കാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ബലൂണ് വീർപ്പിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയ ഒരു മെഷീൻ എന്നെ ചതിച്ചു. അത് വർക്കാവുന്നുണ്ടായിരുന്നില്ല കേട്ടോ. സോ ഞാൻ തന്നെയാണ് എല്ലാ ബലൂണും ഇരുന്ന് വീർപ്പിച്ച് കെട്ടി വെച്ചത്. പിന്നെ അതൊക്കെ ഒന്ന് കെട്ടി അതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി പാകത്തിനാക്കി കൊണ്ടുപോയി അതെല്ലാം ഫിറ്റ് ചെയ്തു. അത് കുറച്ചൊരു മെനക്കെട്ട പണിയായിരുന്നു. എങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ എല്ലാം വെച്ചിട്ടോ, ഒക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ്. ഈവനിങ് വരെ നിൽക്കും, അത്രയേ ഉള്ളൂ. പിന്നെ ഒന്ന് ആരെങ്കിലും വലിച്ചാലൊക്കെ പെട്ടെന്ന് പോരുന്ന വിധത്തിലായിരുന്നു കേട്ടോ എൻ്റെ ഡെക്കറേഷൻ. അങ്ങനെ സംഭവമായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എന്നാലും മക്കൾക്ക് സന്തോഷമാവുന്ന വിധത്തിലാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബലൂൺസിലൊക്കെ ഡബിൾ സൈഡ് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ടായിരുന്നു. പിന്നെയൊക്കെ ഞാനൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ എല്ലാം ചെയ്ത് വെച്ചു. അടുത്തത് ഞാൻ ഈ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ടുള്ള ആ ഒരു അതിനെന്താ പറയുക, ആ ഒരു സംഭവമാണ് വെക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം ഒന്ന് നിലത്ത് വെച്ചിട്ട് കറക്റ്റ് ചെയ്തിട്ട് അങ്ങനെ കൊണ്ടുപോയി ഞാൻ പിൻ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അതിൽ കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ആ ഒരു പാക്കറ്റ് ഇതെല്ലാം ഞാൻ ആമസോണിൽ നിന്ന് തന്നെ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇവർക്കിപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ പോക്കിമോൻ്റെ കാർട്ടൂണാണ്. സോ ഞാൻ ഇവൻ്റെ ബർത്ത്ഡേക്ക് പോക്കിമോൻ തീമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു സംഭവം ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതായിരുന്നു. അപ്പോൾ അതിൻ്റെ തീമിൽ തന്നെ ഹാപ്പി ബർത്ത്ഡേ എഴുതിയതും പിന്നെ അവർ ക്യാരക്ടേഴ്സിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ വെച്ചിട്ടുള്ള അങ്ങനെ തൂക്കിയിടാൻ പറ്റിയ സംഭവം കിട്ടി. ബലൂൺസും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉള്ളതായിരുന്നു കേട്ടോ. ബലൂൺസ് കുറച്ച് കുറവാണെന്ന് തോന്നി. ഏതായാലും അതൊക്കെ വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് ഞാൻ ജസ്റ്റ് സെറ്റാക്കി വെച്ചത് കേട്ടോ. അപ്പോൾ ഏകദേശം റെഡി ആയപ്പോൾ ഞാൻ അകത്തുനിന്ന് 1-2 ടീപ്പോയി സ്റ്റാൻഡൊക്കെ കൊണ്ടുവച്ചിട്ട് കേക്ക് കട്ട് ചെയ്യാൻ പാകത്തിനുള്ള സംഭവങ്ങളും ഒന്നിൽ അവൻ്റെ ഗിഫ്റ്റ്സൊക്കെ ഒന്ന് കൊണ്ടുവച്ചു.
അപ്പോഴേക്കും അവന് സ്കൂള് വിട്ട് ഹസ്ബൻഡിൻ്റെ അനിയൻ പിക്ക് ചെയ്തിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ മുഖഭാവം കൂടി ഒന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ബലൂണൊക്കെ പൊട്ടി തുടങ്ങി ഇപ്പോഴേ ഇതാക്കിയിട്ട്. ഇഷ്ടായോ? മാമ ഒന്നും കൂടി ബലൂൺ ഇതാക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. സർപ്രൈസ്. ഞാൻ സാധാരണ അകത്ത് ലിവിങ് റൂമിൽ വെച്ചിട്ടാണ് ബർത്ത്ഡേ ഡെക്കറേഷനും അവരെ കേക്ക് കട്ടയിലും ഒക്കെ പ്ലാൻ ചെയ്യാറുള്ളത്. പക്ഷെ അതിന് ശേഷം എനിക്ക് വീട് മൊത്തം ഫുള്ള് മെസ്സായിട്ട് ഫുൾ പണിയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം വിചാരിച്ചു പുറത്തുനിന്ന് ആക്കാം, എന്നാൽ കുറേയൊക്കെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിഞ്ഞു കിട്ടുമല്ലോ, നമുക്ക് പിറ്റേന്ന് ചെയ്താലും മതിയല്ലോ, മുറ്റം നമുക്ക് പിറ്റേന്ന് ക്ലീൻ ചെയ്താലും മതിയല്ലോ എന്നൊക്കെയുള്ള ആ ഒരു ആശയത്തിൽ ഞാൻ ഇപ്രാവശ്യം പുറത്താണ് ആക്കിയത്. അപ്പോൾ മക്കളിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അമ്മ എന്താ ഉള്ളിലാക്കാഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആകെ മെസ്സാക്കി ഇടാനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു, ആ പാക്കിൻ്റെ കൂട്ടത്തിൽ. അതൊന്നും ഞാൻ ഫുള്ളായിട്ടൊന്നും വെച്ചില്ല. പിന്നെ ഞാൻ വീട് മൊത്തം പരന്നടക്കുന്നുണ്ടായിരുന്നു. ഫുള്ളായിട്ട് കുറേ കാര്യങ്ങൾ ഞാൻ ഡെക്കറേറ്റ് ചെയ്തതിൻ്റെ പാർട്സുകൾ അവിടെ ഇവിടെ കിടക്കുന്നതും അങ്ങനെയൊക്കെ മടക്കി വെച്ച തുണികൾ എടുത്തു വെക്കാനുള്ളതും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ബാക്കി പണികൾ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് ബലൂണൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ട്. അപ്പോൾ ഞാൻ അത് ആദ്യമൊക്കെ ഒന്ന് റെഡിയാക്കി ഞാനൊന്ന് കുളിച്ച് ഫ്രഷായി ഡ്രസ്സ് മാറ്റിയിട്ടൊക്കെ വന്നിട്ട് സമാധാനപരമായിട്ട് ബലൂണൊക്കെ ഇരുന്ന് വീർപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബലൂൺ വീർപ്പിക്കുന്ന സാധനം ചതിച്ചുകൊണ്ട് തന്നെ വീണ്ടും ഞാൻ ഇരുന്ന് ബലൂൺ വീർപ്പിക്കുകയാണ്. അപ്പോൾ കുഴപ്പമില്ല, വേറെ പണികളൊന്നും ഇല്ലാതെ കൊണ്ട് സമാധാനമായിട്ട് ഇരുന്ന് ചെയ്യാണ്. മക്കൾ അനിയൻ്റെ കൂടെ എന്തോ സാധനം വാങ്ങിപ്പിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറേ ഫ്രണ്ട്സൊന്നുമില്ല, ഒരു 3-4 പേര്. എല്ലാം 2 പേര് ഇവിടെ അടുത്തുള്ളത് തന്നെയാണ്. 2 പേര് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സിൻ്റെ മക്കൾ തന്നെയാണ്. ഇവർ സ്കൂളിൽ തന്നെയാണ് കേട്ടോ പഠിക്കുന്നതും. അപ്പോൾ അവർക്ക് നല്ല ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോൾ അവരിതാ വന്നു. അവർ എന്തൊക്കെയൊക്കെയോ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പോക്കിമോൻ്റെ കാർഡ്സൊക്കെ തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഇതാണ് ഇവരെ മെയിൻ, ഈ സാധനങ്ങൾ കാർഡ് വാങ്ങിയിട്ട് ഇതെന്തിനാണെന്ന് പോലും എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല കേട്ടോ. ഇത് അവിടുന്ന് ഇവിടുന്ന് പെറുക്കി ഓർഗനൈസാക്കി വെക്കുന്ന പണിയാണ് ഇപ്പോൾ എനിക്കുള്ളത്. അപ്പോൾ എന്തായാലും അവരിതൊക്കെ വാങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ എൻ്റെ ഹസ്ബൻഡും വന്നു കേട്ടോ. അപ്പോൾ കേക്കും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. പോക്കിമോൻ്റെ ആ ഒരു ക്യാരക്ടറുള്ള ഒരു കേക്ക് തന്നെയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് പോക്കിമോൻസിൻ്റെ സംഭവങ്ങളൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഇവരെ ഫേവറേറ്റാണെന്ന് മാത്രം എനിക്കറിയാം. പിന്നെ ഞാൻ വിചാരിച്ചു ബാക്കി ബലൂൺസൊക്കെ ഒന്ന് ഒട്ടിക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ചെയ്യാം. കുറച്ച് ബലൂൺസ് താഴെയൊക്കെ ഒന്ന് ഇടാം എന്നൊക്കെ വിചാരിച്ചു. പിന്നെ 10 എന്നുള്ള ഒരു ബലൂൺ ഞാൻ വീർപ്പിച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്, അവൻ്റെ വയസ്സിൻ്റെ ആ ഒരു ബലൂൺ കേട്ടോ. ഇതും ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയത് തന്നെയാണ്. ഇതും ഞാൻ ആദ്യമേ ഡബിൾ സ്റ്റിക്കർ ചെയ്ത് പതുക്കെ ഒട്ടിക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ ഇതെങ്ങാനും ഓവറായിട്ട് ഞാൻ വലിക്കുക എന്തെങ്കിലും കാര്യം ചെയ്താൽ മൊത്തം ഇപ്പോൾ താഴെ കിടക്കും. അതുകൊണ്ട് പതുക്കെയാണ് കാര്യങ്ങളൊക്കെ ഓരോന്ന് ചെയ്യുന്നത്. പിന്നെ മുകളിൽ നിന്ന് പറഞ്ഞു വന്നിരിക്കുന്ന ബലൂൺസ് കാര്യങ്ങൾ ഒന്നും കൂടി ഒട്ടിക്കാനുണ്ട്. അപ്പോൾ എനിക്ക് അവിടെ ലാഡർ വെക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ ഹസ്ബൻഡിനെ കൊണ്ടൊക്കെയാണ് ചെയ്യിപ്പിച്ചത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് മൊത്തം. ഞാനൊരു ജസ്റ്റ് ഒരു വൈറ്റ് ക്ലോത്ത് ആ ടേബിളിൽ വിരിച്ച് അതിന്മേലാണ് ഞാൻ കേക്ക് വെക്കുന്നത്. പിന്നെ സ്പീക്കറൊക്കെ ഒന്ന് കൊണ്ടുവച്ചു ഹസ്ബൻഡ് ഇത് വെക്കാൻ വേണ്ടിയിട്ട്. വാവ്, നൈസ്.
ഇത് റെയിനുനാ സെയിം ആര്യനുണ്ട്. പുളി ആര്യൻ്റെതാ പുളി. അത് സെയിം സാധനം റെയിനുന്നില്ലേന്. റിട്ടേൺ ഗിഫ്റ്റാ. പാത്രത്തിലാക്കിട്ട് വെക്കാം. ഇത് റെയിനുവിൻ്റെ ഇപ്പം വേണമെങ്കിൽ ഞാൻ പൊതിയ. സുജി കൊണ്ടുവന്ന ചോക്ലേറ്റ്സ് ഒക്കെ ഒന്ന് ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചു മക്കളെല്ലാം എടുക്കുന്ന രീതിയിൽ. പിന്നെ അവന് കൊണ്ടുവന്ന ഷൂ ഞാനൊന്ന് ഗിഫ്റ്റ് റാപ്പ് ചെയ്തു. അവന് ഷൂ വാങ്ങുമ്പോൾ ഞങ്ങൾ ചെറിയ ആൾക്കും കൂടി ഷൂ വാങ്ങാറുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ പിന്നെ കൊടുക്കുന്ന രീതിയിൽ സെറ്റാക്കി. ഇവൻ്റെതും ഗിഫ്റ്റുകളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചു. പിന്നെ റിട്ടേൺ ഗിഫ്റ്റും ഒക്കെ ഒന്ന് സെറ്റാക്കി വെച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് 10th ബർത്ത്ഡേ ആയതുകൊണ്ട് ഞങ്ങൾ കൊടുക്കുന്ന ഒരു മെയിൻ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. ഇതെൻ്റെ സത്യം പറഞ്ഞ പേര് KTV അങ്ങനെ എന്തൊക്കെയാണ് മക്കൾ ഇങ്ങനെ പറയണത് കേൾക്കാം കേട്ടോ. എനിക്ക് കറക്റ്റ് അറിയില്ല. ഏതായാലും ഒരു മോട്ടറൊക്കെ ഉള്ള സംഭവം തന്നെയാണ്. ബാറ്ററിയാണോ ഏതായാലും പെട്രോളൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു ബൈക്കാണ് കേട്ടോ. നല്ല അടിപൊളി ബൈക്കായിരുന്നു. അപ്പോൾ അതിലൊക്കെ ഒന്ന് പെട്രോളൊക്കെ നിറച്ച് ഞങ്ങളൊന്ന് ഒരു പഴയൊരു ബെഡ്ഷീറ്റ് യെല്ലോ ബെഡ്ഷീറ്റൊക്കെ എടുത്തിട്ട് ഹൈഡ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അവന് വന്നിട്ട് അതൊന്ന് റിവീൽ ചെയ്യുന്ന രീതിയിൽ ഒക്കെ ഒന്ന് സെറ്റാക്കുകയാണ്. അവന് ഇതൊന്നും അറിയില്ല കേട്ടോ. ഇത്രയും വലിയൊരു ഗിഫ്റ്റ് അവന് കിട്ടുന്നുണ്ട് എന്നുള്ള ഒരു ഐഡിയയും അവനില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. അപ്പോൾ അവനെ സർപ്രൈസ് ആക്കാൻ വേണ്ടി ഞങ്ങളിതൊക്കെ സെറ്റാക്കുകയാണ്. പുറത്ത് ഇതെല്ലാം സെറ്റാക്കുന്നതുകൊണ്ട് തന്നെ മക്കളോട് പുറത്തിറങ്ങി പോകരുത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ റൂമിലാക്കിയിട്ട് വെച്ചതാണ്. അവരോട് കളിച്ചോളാൻ പറഞ്ഞു. TV വേണമെങ്കിൽ TV വെച്ചോ, ഫുൾ കളിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ബാക്കിയുള്ള അവൻ്റെ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ എന്തൊക്കെയോ ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊടുക്കുന്നുണ്ട്. അവനൊക്കെ ഭയങ്കര വണ്ടറടിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി കേക്കും കൂടെ കൊണ്ടുവെക്കാനുള്ളൂ. അപ്പോൾ അതും കൂടി വെച്ചിട്ട് ഒന്ന് സെറ്റാക്കിയിട്ട് അവൻ്റെ കണ്ണ് പൊത്തി ഒന്ന് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ള നൈഫും ഇതൊക്കെ എടുത്ത് സെറ്റാക്കി കേക്ക് ഞങ്ങൾ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കൂടെ പോയിക്ക് ഇവിടേക്കല്ല ആദ്യം ആര്യാ ചെല്ല് മോനെ
പൊക്കിക്കോ സാറില്ല ഇനി ഇത് റെക്കോർഡ് കണ്ടിന്യൂ പോവാണ് പൊക്കിക്കോ ഈനോ പൊക്കെ കമോൺ. അത് ബ്രേക്ക് ഗിഫ്റ്റൊക്കെ കിട്ടിയപ്പോൾ അവൻ ഭയങ്കര ഹാപ്പിയായി. പക്ഷെ സത്യം പറഞ്ഞാൽ അവൻ്റെ അനിയനാണ് കൂടുതൽ ഹാപ്പി ആയത്. കാരണം മൂത്താക്ക് കുറച്ച് പേടിയാണ് ഇങ്ങനത്തെ കാര്യങ്ങളോട് ഫസ്റ്റ് ഒന്ന് അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവനെ ഇരുത്തിയപ്പോൾ അവൻ ഭയങ്കര കുറച്ച് ടെൻഷനിലാണ് ഇരിക്കുന്നുണ്ടായിരുന്നതൊക്കെ. പക്ഷേ ചെറിയ ആൾക്ക് ആദ്യം അതിലിരിക്കണം എന്നും കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അവൻ പേടിച്ച് വരച്ചാണ് ഇപ്പോൾ പപ്പേൻ്റെ കൂടെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ മുഖത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കേക്ക് എല്ലാവരും തേച്ചതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതാണ്. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവൻ പേടിച്ച് വിറച്ചാണ് ഇരിക്കുന്നത്. പക്ഷേ ചെറിയ ആൾക്ക് ഇരിക്കണമെന്നും കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ ആദ്യം ഇരിക്കട്ടെ, അവന് കിട്ടിയ ഗിഫ്റ്റ് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ അവന് ഈ ഇമ്പോർട്ടൻസിൻ്റെ ആവശ്യമില്ല, അവനൊന്ന് ഇറങ്ങിപ്പോയാൽ മതി എന്നുള്ള ആ ഒരു മൂഡിലാണ് ഇരിക്കുന്നത് കേട്ടോ. വേണ്ട 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 പറഞ്ഞിട്ട് ഹെൽമെറ്റൊന്നും ഇട്ടിട്ടും വേണ്ട പപ്പ ഞാൻ ഇറങ്ങുകയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ചെറിയ ആൾ കണ്ടോ കയറാൻ വേണ്ടി റെഡി ആയി നിൽക്കണ കണ്ടോ, ചിരിച്ചു കയറി നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഇവനോടൊന്ന് ബ്രേവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവനാദ്യം വിചാരിച്ചു ഗിഫ്റ്റൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ പപ്പ വിടുന്നില്ല കേട്ടോ. ഇതൊക്കെ ഹെൽമെറ്റിൻ്റെ ഭാഗമാണ്, ഇതൊക്കെ ഒന്ന് ഇട്ടിട്ടൊന്ന് ഇരുന്ന് നോക്ക്, അപ്പോൾ പേടി മാറും എന്നൊക്കെ പറഞ്ഞ് ഒന്ന് സപ്പോർട്ട് ചെയ്യാണ്. ഇതിട്ടിട്ട് ഹെൽമെറ്റ് ഇട്, അങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ബൈക്കിലൊന്ന് ഇരുന്ന് നോക്കുക, എന്നിട്ട് ഒറ്റക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യുക, ഒന്നും പേടിക്കാനില്ല. പിന്നെ പപ്പ ഉള്ളപ്പോൾ മാത്രം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി, ഒറ്റക്കൊന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷേ രണ്ടാമത്തെ ആൾക്കാണ് കൂടുതൽ ഇൻട്രസ്റ്റ്. കണ്ടില്ല, അവൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയില്ല കണ്ടോ, അവൻ പിടിക്കുന്നതും മറ്റേ ആൾ പേടിച്ചിട്ട് തൊട്ട് പോരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇനി അതിന് കയറിയില്ലെങ്കിലും വേണ്ടില്ല, ഒന്ന് ബാക്കിലെങ്കിലും ഇരിക്കാന്നുള്ള ആ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഇപ്പോൾ രണ്ടാമത്തെ ആൾ ഈ കയറിയിരിക്കുന്നത് കേട്ടോ. പക്ഷെ അതിൻ്റെ ബാക്കിലിരിക്കാൻ കുറച്ച് പാടാണ്, നല്ല വൈഡായിട്ട് ഇരിക്കണം. അപ്പോൾ പിന്നെ അവൻ്റെ ഫ്രണ്ട്സൊക്കെ സൈഡിലൊക്കെ വന്നിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവൻ ഭയങ്കര കൈ കൊണ്ടൊക്കെ കാണിച്ചിട്ട് ഭയങ്കര അടിപൊളി കാണിക്കുന്നുണ്ടെങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ ഫുൾ പേടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അവരൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ മാറ്റാൻ നിൽക്കും. വണ്ടി പോവില്ല പോവില്ല പോവില്ല. ഹെഡ്ലൈറ്റ് ഓഫായി കളി, ഹെഡ്ലൈറ്റ് ഓഫായി കളി. നീ പോല 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 പോല. പിന്നെ അതിന് ശേഷം ഒരു ഫാമിലി ഫോട്ടോ എടുക്കാമെന്ന് കരുതി അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടി 1-2 ഫോട്ടോ എടുത്തു. പിന്നെ മമ്മീനെയും അനിയൻ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. സോ അനിയനും കൂട്ടിയിട്ട് ഒരു ഫോട്ടോയും കൂടി എടുത്തു. പിന്നെ എല്ലാവർക്കും റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഗിഫ്റ്റൊക്കെ കൊടുത്ത് അതിന് ശേഷം വേണം അവൻ്റെ ഗിഫ്റ്റുകളൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീണ്ടും അവന് ഇങ്ങനെ ഗിഫ്റ്റൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ.
അപ്പോൾ അവൻ്റെ എല്ലാ ഗിഫ്റ്റും ഒന്ന് അൺബോക്സ് ചെയ്യാണ്. പക്ഷെ അവനെക്കാളും അതിന് ഭയങ്കര ഇൻട്രസ്റ്റ് അവൻ്റെ അനിയനാണ് കേട്ടോ. കണ്ടില്ലേ, എല്ലാത്തിനും മുന്നിൽ അവൻ തന്നെയാണ്. അലങ്കോലങ്ങളൊന്ന് കാണിച്ചു തരാം. ബർത്ത്ഡേയുടെ ലാസ്റ്റ് അവസാന രീതി കഴിഞ്ഞപ്പോൾ ഒന്നായിട്ട് ഫുൾ കഴിഞ്ഞ് എല്ലാവരും ക്ഷീണിച്ചു. ഓക്കെ. പിന്നെ മക്കൾക്കൊക്കെ വിശക്കുന്നുണ്ടാവും. 8 മണി ആ ഒരു ടൈം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മക്കളൊക്കെ ഒന്ന് ആദ്യം ഇരുത്തിയിട്ട് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു.
അപ്പോൾ ചെറിയൊരു മെനു ആണ് ഞാൻ ഉണ്ടാക്കിയതല്ല, എല്ലാം പുറത്തുനിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇപ്പോൾ രാവിലെ മുതൽ ഞാൻ ഓരോരോ തിരക്കിലായതുകൊണ്ട് ഫുഡിൻ്റെ ആ ഒരു സെക്ഷനൊക്കെ പുറത്തുതന്നെ ആക്കാമെന്നാണ് വിചാരിച്ചത്. അതല്ലെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ മക്കളൊക്കെ ഫുഡ് കഴിച്ചതിന് ശേഷം ഞാനൊരു മിന്നൽ ക്ലീനിങ് നടത്തി. ഡീപ്പ് ക്ലീനിങ് അല്ല, ഒരു ജസ്റ്റ് ഒരു ക്ലീനിങ്. അതിന് ശേഷം ഞങ്ങൾ കുറച്ച് പേര് ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഞാൻ പത്തിരിയൊക്കെ പിന്നെ പ്രോൺസ്, ചിക്കൻ സ്റ്റൂ ഇതൊക്കെയാണ് ഞാൻ കഴിച്ചത്. പിന്നെ പൊറോട്ട, പുട്ട് ഇതൊക്കെ ഉണ്ടായിരുന്നു, ബീഫ്, ചിക്കന്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് കേട്ടോ. പിന്നെ എല്ലാവരും പോകുന്നതിൻ്റെ തിരക്കിലും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അവൻ വന്നിട്ട് താങ്ക് യു എന്നൊക്കെ പറയുന്ന എല്ലാ പപ്പനോട് എന്നോടൊക്കെ ഇങ്ങനെ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അവൻ്റെ ഒരു മെമ്മറിയിൽ ഈ ഒരു 10th ബർത്ത്ഡേ ഒക്കെ അടിപൊളിയായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ബൈ.